കണ്ട ആ ഒരു ഏരിയയിൽ നിന്ന് നോക്കിയ താജ്മഹലിന്റെ ആ ഒരു ലൈറ്റ്സ് നല്ല നമ്മളൊരു രസമുണ്ട്. മൂലയിൽ നിന്നുള്ള ആ ഒരു മിനാരത്തിന്റെ സൈഡിൽ നിന്നാണ് എടുത്തേക്കുന്നത്. എന്താ ഭംഗി അല്ലെ? നല്ല രസം. നല്ല ഭംഗിയായിട്ടല്ലേ ഇരിക്കുന്നത് നോക്കിക്കേ. അടിപൊളിയായിട്ട്. ഏത് ഓരോ സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേ വ്യൂ. അതൊരു പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ. അത് കൂടാതെ ഇത് കണ്ടില്ലേ? നമ്മൾ ആ നേരത്തെ കണ്ട ആ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. ശരിക്കും. 4 സൈഡിൽ നോക്കിയാലും ഒരേ വ്യൂ. ഇത് ആ വേറെ സൈഡിൽ നിന്ന് നോക്കിയാൽ പക്ഷെ എന്താ ആദ്യമേ കണ്ട അതേപോലെ തന്നെ ഫീൽ ചെയ്യും. അതൊന്ന് കണ്ട ആ മിനാരത്തിന്റെ ഇതിലേക്കുള്ള എൻട്രിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷേ ഇതൊക്കെ എന്തോരം ഒപ്പിയെടുത്ത് കഴിഞ്ഞാലും നമുക്ക് മതിയാവൂല കേട്ടോ. നല്ല നമ്മൾ രസമുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. എന്തോരം ഒപ്പിയെടുത്താലും മതിയാവൂല എന്ന്. വാസ്തവത്തിൽ അത് തന്നെയാണ്. എന്തോരം കണ്ടാലും നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. അവിടെ തന്നെ നിൽക്കണം. ആ ഒരൊറ്റ റീസണാണ് ഇത്രയും ജനങ്ങൾ 70,00,000 പേര് ഒരു വർഷം കാണുന്നുണ്ടെങ്കിൽ, ഇത്രയും വിദേശികൾ ഇന്ത്യയിൽ വരുന്നുണ്ടെങ്കിൽ, ഇന്ത്യ താജ്മഹലിന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇത്രയും വിസ്മയകരമായ ഒരു വാസ്തുശില്പം ആയതുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. കണ്ട കുറച്ച് ലൈറ്റിന്റെ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ ഒരു അതിന്റെ കളർ കളർ ചേഞ്ച് കളർ ചെയ്യുന്നുണ്ട്. ചേഞ്ച് വന്നിട്ടില്ലേ? നമ്മൾ നേരത്തെ വെള്ള കളർ കണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഒരു റെഡിഷ് ഒരു റെഡിഷ് മാത്രമല്ല ഒരു വേറൊരു വേറിട്ട കളർ കണ്ടില്ലേ? ഫീൽ ചെയ്തു. ഇതാണ് ഓരോ സമയത്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലുള്ള വ്യത്യാസം ഇതില്. ശരിക്കും പറഞ്ഞാൽ വൈറ്റ് മാർബിളിന്റെ ഒരു പ്രത്യേകതയാട്ടോ നമ്മൾ ചെയ്തത്. എനിക്ക് പലപ്പോഴും തോന്നി ഇതേപോലെ ഒരു വൈറ്റ് മാർബിൾ കൊണ്ടൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ നല്ല കോസ്റ്റ് വരും. അന്നത്തെ കാലത്ത് അല്ല ഇന്നത്തെ റേറ്റ് വെച്ച് 500 കോടി മേലെ മുടക്ക് വരും. അല്ല ഇന്നത്തെ 500 കോടിയല്ല 5000 കോടിയാണ് 5000 കണക്ക്. സോറി 5000 5000 കോടിയാണ് കോടിയാണ് കണക്ക്. കണക്ക്. അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കാൻ പോയാ അത്യാവശ്യം കാശുള്ളവർക്ക് ഉണ്ടാക്കാം. നമുക്ക് സ്വപ്നം കാണാലോ. അത്ര ചെലവ്. സ്വപ്നം കാണുന്നവർക്ക് പോയി കാണാനുള്ളതാണ് താജ്മഹൽ. അതാകുമ്പോൾ 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചുറ്റി നടന്നെല്ലാം കണ്ട് ആസ്വദിച്ച് ഒരു ദിവസം മുഴുവൻ ചെലവാക്കി പോരാം. ശരിക്കും ഒരു ദിവസത്തിന്റെ ആവശ്യമില്ല. മൊത്തം കാണണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അര ദിവസം സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ ഒരു അര ദിവസം നമുക്ക് ആഗ്ര ഫോർട്ടും കൂടി കാണാവുന്ന രീതിയിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ വൈകുന്നേരത്തെ പുറകിൽ നിന്നുള്ള വിഷ്വൽസ് നമ്മൾ ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ടോ ഈ വഴിയാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നത്. ആക്ച്വലി അപ്പൊ രാവിലെ വന്ന് താജ്മഹൽ കണ്ട് ആഗ്ര ഫോർട്ട് പോയി കണ്ട് ഈവനിങ് ബാക്ക് സൈഡ് വ്യൂ കൂടെ കണ്ട ഒരു ദിവസത്തെ കാര്യം സെറ്റ് ആവും. കറക്റ്റ്. അതായത് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തലേ ദിവസം വരിക, വൈകുന്നേരം ബാക്ക് സൈഡ് കാണുക ഈവനിങ്ങിൽ. അതിനുശേഷം രാവിലെ താജ്മഹൽ കാണുക. താജ്മഹൽ കണ്ട ശേഷം ഉച്ചയാകുന്ന സമയത്ത് നമ്മൾ ആഗ്ര ഫോർട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുക. പക്ഷേ എവിടെ പോയാലും ഇതേപോലുള്ള മോണുമെന്റ്സ് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ 2 3 ബോട്ടിൽ ഇന്നർ പാർട്ടിൽ ബോട്ടിൽ വെള്ളം നമ്മൾ കരുതാൻ നോക്കുക. കാരണം അതിന്റെ ഉള്ളിലൊന്നും നമുക്ക് വെള്ളം കിട്ടില്ല. കാരണം അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട്. നല്ലൊരു ഏരിയ ഉണ്ട്. ഒരു നല്ല നല്ല ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഡിസ്റ്റൻസ് ഉണ്ടല്ലേ? നല്ലൊരു ഏരിയ ഉണ്ട്. ഇതൊക്കെ നടന്നു വരാനായിട്ട് ആകെ കൂടി നമുക്ക് തണൽ കിട്ടുന്ന ഒന്നിലേക്ക് ആ മരം അല്ലെങ്കിൽ ഇതേപോലുള്ള ബിൽഡിങ്ങിന്റെ അടിയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സൈഡിലുള്ള ബിൽഡിംഗ് കണ്ടില്ലേ? ഈ ചുമന്ന കളർ ഉള്ളത്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് താജ്മഹൽ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. ആൾക്കാർ ഇരിക്കുന്നത് കണ്ട് നോക്കി എന്തോരം സ്ഥലം നോക്കി ആൾക്കാർ